എന്റെ ഈശ്വര, ഞങ്ങളെ കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. ഇന്നലെ രാത്രിയുടെ പൂജയ്ക്ക് പായസം വെച്ച് ഉരുളിയാ. ഇന്നലെ എവിടെ പോയി? എവിടെന്നെങ്കിലും തപ്പിയെടുത്തില്ലെങ്കിൽ തമ്പ്രാൻ നമ്മളെ പൊരി പൊരിക്കും. ഒന്ന് വേഗം തരേടൂ. ഇത്രയും ജോലിക്കാരുണ്ടായിരുന്നിട്ടും ആ ഉരുളി മോഷണം പോയതാൽ കഷ്ടം തന്നെയാ. 2-3 മണിക്കൂർ വരെ ഇതിനകത്ത് കിടന്ന് തെരച്ചു തുടങ്ങിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. എവിടെ പങ്കജാക്ഷൻ? എല്ലാരും ഉരുളി തിരയുമ്പോ പങ്കജാക്ഷേട്ട ഉരുളി ഇട്ട് തിന്നുക. ഞാൻ തിരയുകയായിരുന്നു. ഉരുളി തിരയുന്നത് ഭരണിക്കകത്താണോ? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നല്ലേ? ഞാൻ തപ്പുകയായിരുന്നു. തപ്പിയപ്പോ കിട്ടിയത് നല്ല മധുരമുള്ള ഉണ്ണിയപ്പായിരുന്നു. പങ്കജാക്ഷ വിളിക്കണോ? വിളിച്ചുവോ? കുറെ നേരമായല്ലോ തിരയുന്നു. എവിടെയാണ് എന്റെ ഉരുളി? പലയിടത്തും തെരഞ്ഞു തമ്പുരാനെ. സമയം പാഴായതല്ലാതെ ഉരുളി കണ്ടു കിട്ടിയില്ല. കിട്ടില്ല. നിന്നെയൊക്കെയല്ലേ കാര്യസ്ഥനാന്ന് പറഞ്ഞ് തീറ്റിപ്പോയിരുന്നത്. കാഴുക. സ്നേഹം കൊണ്ട് വിളിച്ചതാ കേട്ടോ. അതെ അതെ. തറവാട് ഭാഗം വെച്ചപ്പോ വല്യമ്മാവന്റെ കൈ കൊണ്ട് കിട്ടിയ മുതലാ. എനിക്ക് ആ ഉരുളി വേണം. പഴയ മുതലല്ലേ തമ്പുരാനെ? പോട്ടേന്ന് വെച്ചൂടെ? പോട്ടേന്ന് വെക്കാനോ? തമ്പുരാൻ വിരോധത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മോഷണം പോയ വസ്തു മഷി നോക്കി കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധരായ 2 മഷിനോട്ടക്കാര് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ളത് തമ്പുരാൻ അറിയാവുന്നതല്ലേ? വടക്കേക്കര കണാരൻ കാരണവരും തെക്കേക്കര നാരായണത്തള്ളിയും ഉരുളി അവര് കണ്ടുപിടിച്ചു. രണ്ടും എന്റെ ബന്ധുക്കളാ. എന്റെ അമ്മ വീട്ടുകാരാ കണാരൻ കാരണവരുടെ ഭാര്യ വീട്ടുകാര്. ഒരു സ്വത്ത് തർക്കത്തില് ഞങ്ങൾ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ട് അവിടെ പോണ്ടെന്നാ എന്റെ അഭിപ്രായം. അവിടെ തന്നെ പോണം. അതും പങ്കജാക്ഷൻ തന്നെ പോണം. എന്റെ ദൈവമേ, ഏതെരണം കെട്ട നേരത്താണോ ഈ ഉരുളിക്ക് ഉരുണ്ടു പോവാൻ തോന്നി? പങ്കജാക്ഷ എന്താ ആലോചിച്ച് നിൽക്കണേ? ഇനിയും വഹിക്കാതെ പോവാ. എന്തൊരു കാര്യം പോവാ. മോനെ മണികണ്ഠ, അച്ഛനില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ആരാത്? ഞാനാ പങ്കജാക്ഷൻ. ഇങ്ങോട്ടുള്ള വഴിയല്ല ഓർമ്മയുണ്ടോ നിനക്ക്? ഒന്നും മറന്നിട്ടില്ല. ഒരാവശ്യം വരുമ്പോ വന്നാ മതിയല്ലോ. കാര്യം ഇരിക്കോ. ഔവ്വ്. വിശാലാക്ഷി, എന്തേ പങ്കജാക്ഷൻ വന്നിരിക്കുന്നു. ഞങ്ങളെയൊന്നും മറന്നിട്ടില്ല അല്ലേ? സ്വത്ത് തർക്കവും ബഹളവും ഒക്കെ ഞാൻ അന്നേ മറന്നില്ലേ? എന്റെ അമ്മ വീട്ടുകാരെ ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ ഇന്നിപ്പോ വന്നത് ചെമ്പകത്തറവാട്ടിലെ ഒരു ഉരുളി മോഷണം പോയി. കള്ളനെ കണ്ടുപിടിക്കാൻ മഷി നോക്കാൻ വന്നാ. ഒരു ഉരുളി കാരണമെങ്കിലും ബന്ധുക്കളെ ഓർത്തല്ലോ. എന്നായിരുന്നു സംഭവം? ഇന്നലെ. വിശാലാക്ഷി ഇവരാവില്ല. വിശാലാക്ഷി ഇവിടെ ചോദിക്കൂ. എന്റെ ഈശ്വര, സത്യം സത്യമായി തന്നെ കാണിച്ചു തരണേ. ദേവി സർവൈശ്വര്യ സമസ്തവഞ്ചി കാശിപുരാധീശ്വരിപ്പിച്ചു. ചെമ്പകത്തറവാറിലെ ഉരുളി കേട്ടത് ആരാ? ഉരുളി തലേന്ന് മുക്കി മുഖം കാണിക്കണ പെരിക്കള്ള. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം! പറയൂ കണാരേട്ടാ, ആരാ കള്ളൻ? അത് പറഞ്ഞാൽ ഇവിടെ പലതും നടക്കും. എന്ത് നടക്കട്ടെ, പറയൂ കണാരേട്ടാ. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് പങ്കജാക്ഷ. കള്ളൻ എത്ര ഘോര ഭയങ്കരനായാലും അത് കേൾക്കാനുള്ള ശക്തി എന്റെ കാതുകൾക്കുണ്ട്. പറയൂ കണാരേട്ടാ. എന്റെ മോനെ രക്ഷിക്കണമെങ്കിൽ ഇവനിട്ട് ഭാരമണതേ പറ്റൂ. മറ്റൊന്നും തോന്നരുത്. മഷിയിൽ തെളിഞ്ഞു കാണുന്നത് പങ്കജാക്ഷന്റെ രൂപം തന്നെയാ. ഞാനോ? കണാരേട്ട എന്തായി പറയണേ? മഷിയിൽ കാണുന്നതല്ലേ പറയാൻ പറ്റൂ. ഉരുളി കട്ടത് ഞാനോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് ശരിയല്ല, കള്ളമാണ്. കണാരൻ കാണാൻ മുഴുവൻ പറയും. പങ്കജാക്ഷത് എന്ത് ചെയ്തു? മുഴുങ്ങി തിന്നു. എന്റെ കൂടെ വന്നിട്ട് എനിക്കിട്ട് കുറച്ചു നേരമായിട്ട് എനിക്കും തോന്നി സംശയം. കക്കുമ്പോ ഓർക്കേണ്ടിയിരുന്നു. നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പഴയ പകയൊക്കെ മറന്ന് ഞാനിവിടെ വന്നിട്ടും എന്നെ ചതിക്കുകയാണോ താൻ? വിശാലാക്ഷി, ഇത് ശരിയല്ലോ. ശരിയല്ലാത്തത് ചെയ്യുമ്പോ ഓർക്കേണ്ടിയിരുന്നു. എല്ലാവരും കൂടെ എന്നെ ചതിക്കാൻ നോക്കണ്ട. എനിക്ക് നിങ്ങളുടെ മഷിനോട്ടത്തിൽ വിശ്വാസമില്ല. ഞാൻ പോകുന്നു. മഷിനോട്ടാണ് അത്ര കള്ള എരപ്പൻ. എനിക്ക് വിശ്വാസമുണ്ട് കാണവരെ, നിങ്ങൾ പറയും. എന്നാൽ വേഗം പോയി ആ തറവാട്ടിലെ കാർത്തോട്ട് പറ. ആ കല്ലമ്പ ഗ്യാസ് ഇപ്പൊ തന്നെ പിടിച്ച് പുറത്തുകളെ. ഓ ശരി. അച്ഛാ, റേഡിയോ ശരി. ഇവനെന്റെ മകനായി പിറന്നത് എന്തായി കാണിക്കുന്നേ? ഇല്ലത്തെ ഉരുളി കേട്ടത് ഇവനാ. ഇവനെ രക്ഷിക്കാൻ ഞാൻ കള്ളം പറയേണ്ടി വന്നല്ലോ ദൈവമേ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നേ? വെറുതെ ഒച്ചുണ്ടാക്കൊന്നും വേണ്ട. എന്നെ പോലുള്ള കള്ളന്മാർ ഓരോന്ന് മോഷിച്ചെടുക്കുന്നുണ്ടല്ലോ അച്ഛനെ പോലുള്ള മഷിനോട്ടക്കാർക്ക് ജോലി ഉണ്ടാകുന്നത്. കഴുതേ, വർഷങ്ങളായി ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് നീ തന്നെ ഇത് ചെയ്തല്ലോ. എന്റെ പൊന്ന് തമ്പുരാനെ, എന്നെ വിശ്വസിക്കുക. ഞാൻ ഉരുളി മോഷ്ടിച്ചിട്ടില്ല.
ആ കണാരം കാരണ ഒരു പൂർവ്വ വൈരാഗ്യത്തിന് എന്നെ കള്ളനാക്കിയതാ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇവിടത്തെ കാര്യസ്ഥൻ തന്നെ ഇവിടത്തെ ഉരുളി മോഷ്ടിക്കുക, തല്ലി കൊല്ലിയാ വേണ്ടത്. കുറെ കാലം ഇവിടെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് അതിന് മനസ്സ് വരുന്നില്ല. ഇനി ഒരു നിമിഷം എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങി അവിടുന്ന്. എന്നെ പുറത്താക്കരുത്, ഞാൻ പോവില്ല. പിടിച്ച് പുറത്താക്കണായി കള്ള തമ്മാടി, ഞാൻ പോവില്ല. ഞാൻ പറയണ ഒന്ന് കേൾക്കൂ. ഇവരോട് പറയൂ, എന്നെ പുറത്താക്കരുത്. പുറത്താക്കരുത് പറയൂ. ഞാൻ അന്തയ്ക്ക് പറഞ്ഞ പണിയാണോ കാരണവർ കാണിച്ചത്? കൊല്ലത്തിലെ ഈ പങ്കജാക്ഷൻ അവിടെ കാര്യസ്ഥനായിട്ട്. നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്നോണ്ട് കള്ളപ്പേര് മാറുമോ പങ്കജാക്ഷ? എഴുന്നേറ്റ് നടന്നതുകൊണ്ട് മാറില്ലല്ലോ. ഒരു നയാ പൈസ പോലും ഇന്ന് വരെ ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല എന്റെ തമ്പുരാനെ. എന്നിട്ട് എന്തിനാണ് ആ കിഴവൻ മഷിനോട്ടം എന്നെ കള്ളനാക്കിയത്? അതാണ് മനസ്സിലാകുന്നത്. ചോദിച്ചോട്ടെ, അയാൾക്ക് നിങ്ങളോട് പൂർവ്വ വൈരാഗ്യം വല്ലതുണ്ടോ? എന്റെ അമ്മയുടെ അച്ഛന്റെ വീട്ടുകാര്, അങ്ങയുടെ ഭാര്യ വീട്ടുകാര്. അമ്മയുടെ മുതലിൽ അവകാശം ചോദിച്ച് ഞാനൊന്ന് ഉരസിയിരുന്നു കഴിഞ്ഞ ദീപാവലിക്ക്. കുടിപ്പകയാ കുടിപ്പക. പങ്കജാക്ഷ, ഇത് വെറുതെ വിടരുത്. നിങ്ങൾ ഏശന് കൂട്ടണ്ട വൈദ്യരെ. നാട്ടുകാര് തന്നെ ഏഷണി വൈദ്യെന്ന് വിളിക്കുമ്പോ ഞാനായിട്ട് എന്തൊരു കുറയ്ക്കണം? എനിക്ക് അവരോട് ഇത്തിരി വൈരാഗ്യവും ഉണ്ട്. നാട്ടുകാർക്ക് ഇപ്പൊ എന്റെ വൈദ്യത്തെക്കാൾ ഇഷ്ടം അവരുടെ മഷിനോട്ടമാണല്ലോ. നാട്ടുകാർക്ക് വിവരമുണ്ട്. എന്നെ പെരുവഴിയിലാക്കിയ കണാറിനെ വെറുതെ വിടില്ല. ഞാനുണ്ട് പങ്കജാക്ഷ കൂടെ. ജി അടങ്ങാറിനൊന്നും പോണ്ട. മശുവാട്ടക്കാർ ഇനി ഉണ്ടല്ലോ ഇവിടെ. ജി നാരായണ തള്ളന്റെ അടുത്തൊന്നും ചെല്ല്. അത് വേണോ? വേണോ? ജി ചെല്ല്. ശരി, വേണ്ട. അമ്മാവനെയും എന്റെ അമ്മേനെയും കുറ്റം പറഞ്ഞ് ഈ പടിയിറങ്ങിപ്പോയ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ എന്റെ അച്ചു. ഞാനിപ്പോ വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാ. എനിക്ക് നിന്റെ അമ്മയെ കാണണം. മഷി നോക്കാനാ. ഞങ്ങൾക്ക് ഇവിടെ പങ്കജാക്ഷേട്ടൻ മഷി നോക്കി കിട്ടിയ പണം കൊണ്ട് കഴിയേണ്ട ഗതികാരൊന്നുമില്ല. അച്യുതാ, അവനിങ്ങോട്ട് കയറ്റി വിട്. കേട്ടോ, നിനക്ക് വിവരമില്ലെങ്കിലും നിന്റെ തള്ളക്ക് വിവരമുണ്ട്. കൈയെടുക്കടാ. നാരായണയടത്തി കഴിഞ്ഞതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. മറന്നിട്ടൊന്നുമില്ല. എന്താ വന്ന കാര്യം? മഷി നോക്കാം, അല്ലാണ്ടെന്താ? എന്റെ ജോലി അതാണല്ലോ. താൻ കേറിയിരിക്കേ. ചെരുപ്പ് നൂരിട്ടെ. അമ്മേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോണ്ട, അച്ഛനെ കൂട്ടു വിളിച്ചോളൂ. ലംബോദര എന്നെ വിളിച്ചു. അമ്പികയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരും. അച്ഛൻ അമ്മയുടെ പുറകെ കൊട പിടിച്ച് നടന്നാ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മിടുക്കി. ലംബോരേട്ടന് സുഖം തന്നെയാണോ? അല്ല, ആരിത് എപ്പോ ലംബോദര, ലോഹ്യം പറച്ചിലൊക്കെ പിന്നെ ആദ്യം അടുക്കളയ്ക്ക് ചെല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇതിന് മോചനം ഇല്ലയോ? മോചനൊക്കെ ഇരിക്കട്ടെ, തനിക്ക് എന്തിനെ പറ്റി അറിയേണ്ടത്? ആ, കണാരേട്ടൻ മഷി നോക്കിയപ്പോ തറവാട്ടിലെ ഉരുളി കെട്ടത് ഞാനാണെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. ഏടത്തി നോക്കിയ സത്യം എന്താണെന്ന് അറിയാലോ. കണാരേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ചില സമയത്ത് മാറ്റം ഉണ്ടാവും. ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഏതായാലും പങ്കജാക്ഷന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് നോക്കാം. തെക്കേകര തറവാടിന് താങ്ങും തണലുമായ ദേവി സത്യം സത്യമായി കാണിച്ചു തരണേ. തറവാട്ടിലെ ഉരുളി മോഷ്ടിച്ചതാരാ? എന്നെ കള്ളനാക്കിയ പെരുങ്കള്ളൻ ആരാണെന്ന് പറയും. എന്നിട്ട് വേണം അവന്റെ കുടലോട് എനിക്ക് മാലയിടാൻ. വെറുതെ അല്ല കണാരേട്ടവനെ കള്ളനാക്കിയത്. എനിക്കും വേറെ വഴിയില്ലല്ലോ. കണാരേട്ടൻ പറഞ്ഞത് തന്നെ സത്യം. ഉരുളി കട്ടത് പങ്കജാക്ഷൻ തന്നെ. ഞാൻ പോലും അറിയാതെ ഞാൻ എങ്ങനെ ഉരുളി കെട്ടു? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി മനഃപൂർവ്വം എന്നെ കുരുക്കിലാക്കുകയാണല്ലേ? ഇതിൽ കാണുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വലിയ വർത്താനൊന്നും പറയാതെ പോകണ്ട അവിടുന്ന്. ഞാൻ പോവുകയാണ്. നിരപരാധിയായ ഒരുത്തനെയാണ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി കള്ളനാക്കിയത്. ദൈവം നിങ്ങളെ വെറുതെ വിട്ടാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ശരിക്ക് തുള്ളിക്കോ. എവിടെയാണ് പടുപാവൻ നീ ആ ഉരുളി കൊണ്ടുവച്ചത്? ദൂരെയൊന്നുമല്ല, ഇവിടത്തെ കളപ്പുരയ്ക്കകത്താ. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു സന്തതി വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ. ഏതായാലും ഇവൻ എന്റെ മകനാകാൻ വഴിയില്ല. കൂട്ടിലിട്ട വെരുകിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നിട്ട് വല്ല കാര്യമുണ്ട് എന്റെ കണാരേട്ട? ഒരു കള്ളന്റെ തന്ത എന്റെ ആങ്ങള, വേറൊരു കള്ളന്റെ തള്ള ഈ ഞാനും. തലവിധി. തലവിധിയല്ല, ഇത് തലതെറിച്ചോടെ പോക്കരുത്തരാ. കുലദൈവത്തെ പോലെ നമ്മൾ ആരാധിക്കുന്ന മഷിയിൽ നോക്കി കള്ളം പറയേണ്ടി വന്നില്ല പെങ്ങളെ. അപ്രിയമായ സത്യം പറയരുതെന്ന് ഭഗവത്ഗീത വരെ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞോണ്ട് എന്നാ പോലീസ് കേൾക്കോ? സംശയത്തിന്റെ പേരിലാ പങ്കയാറ്റ തറവാട്ടിന്ന് പുറത്താക്കിയത്. അയാൾ സത്യം കുത്തിപ്പൊക്കിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ സത്യം കുത്തിപ്പൊക്കുന്നതിന് മുമ്പ്
നമ്മൾ അവനെ കുത്തി മലർത്തണം. തൊണ്ടി സഹിതം പോലീസിന്റെ പിടിയിലായാൽ പങ്കജാക്ഷന് കുറ്റം സമ്മതിച്ചല്ലേ പറ്റൂ. ഇന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ ആ ഉരുളി പങ്കജാക്ഷന്റെ വീട്ടിൽ കൊണ്ടിടുന്നു. എന്താ? ബുദ്ധിയുടെ കാര്യത്തിൽ നീ എന്റെ ചേച്ചി തന്നെ. വീടെത്തി. വാ വാ. വാ വാ, വേഗം വാ. ഉരുളി പങ്കജേട്ടാ, ഒന്ന് വന്നേ. ഉരുളി ഒന്നിന് വേഗം വന്നേ. ഇതാ ഉരുളി. ഉരുളിയോ? അതെ, തറവാട്ടിലെ ഉരുളി. അതെ, തറവാട്ടിലെ ഉരുളി. ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി? ഉരുളാതെ കാര്യം പറ മനുഷ്യനെ. ഇതെങ്ങനെ ഇവിടെ എത്തി? അതാ ഞാനും ആലോചിക്കുന്നത്, ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി? നടന്നു വന്നതാവും. സത്യം പറ മനുഷ്യനെ. അതാ പോലീസ് കൃത്യസമയത്തിന് എത്തി. ഇതാണ് പോലീസ്. കാണാതെ ഉരുളി. എടുത്തോ സാർ. നിങ്ങളാണോ പങ്കജാക്ഷൻ? അതെ. ഇയാളെ സ്ഥലത്ത് മോഷിച്ചത് വെറുതെ ഞാനോ? അഭ്യാസമൊന്നും വേണ്ട. അയ്യോ, ഉരുളി മോഷണത്തിന് തന്നെ തൊണ്ടി സഹിതം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ. എന്റെ ചേട്ടൻ മോഷ്ടിച്ചിട്ടില്ല. അതൊക്കെ സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. സാറേ, എനിക്ക് താരോ പാര വെച്ചതാ. ഞാൻ ഒന്നും അറിഞ്ഞതല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി തരാം. നടക്കണം. ജീപ്പ് കൊണ്ടൊന്നില്ല സാർ? ജീപ്പോ? നടക്കണം. ഉരുളി എടുത്തോണ്ട് ഉരുളി അതങ്ങ് മറന്നു. നടത്തേക്കണം. അയ്യോ സാറേ, വെച്ച തലവേദനിക്കുമല്ലോ. നടക്കണം. ഓ, നടക്കാം. സാറേ, എന്റെ ഭാര്യയോട് ഒരു വാക്ക് പറയട്ടെ. അതെ, നല്ല അസല കക്ഷികളോടൊപ്പാ പോണത്. ഇവരെന്നെ ചതക്കി ഉറപ്പാ. വറക്കാൻ ഉരുളിയും കയ്യിലുണ്ട്. ഞാൻ തിരിച്ചു വന്നില്ലേ, നീ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. ചേട്ടാ, ഞാൻ ആരിലും പേര് അരച്ച് കലക്കി കുടിച്ചിട്ട് എന്നെ വിറളി പിടിപ്പിക്കാതെ പറളി രമേ. ചേട്ടാ. പാവം അറിയാത്ത കേട്ടോ. ദുഷ്പേരായല്ലോ പങ്കജാക്ഷ. നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? കഷ്ടം. എന്തായാലും കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ. ഒന്ന് നിൽക്കണേ, എന്റെ പൊന്നമ്പിയല്ലേ, ഒന്ന് നിൽക്കണേ. ഇതാരും റോമി ഭാസ്കരനോ? കുറെ കാലമായി ഞാനൊരു ആഗ്രഹം മനസ്സിട്ട് കിട്ടിയത്. എന്താ അത് അമ്പികയുടെ തുറന്നു പറയാൻ എനിക്കൊരു മടി. മടിക്കണ്ട, പറഞ്ഞോളൂ. പറയട്ടെ. എന്തേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയേ. എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ജന്മം തന്നെ ഈ റോമിയോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അടി? അയാൾ തിരിച്ചു തല്ലാതിരുന്നത് ഭാഗ്യം. ഒന്ന് പോടി. അയ്യടാ, വേറെ എന്താ ഭാസ്കര, കാലത്ത് തന്നെ ഒരു വ്യായാമം. പലവർക്കും പ്രേമലേഖനം കൊടുത്തോ? കൊടുത്തില്ല, അതിനു മുമ്പ് കിട്ടി. എന്ത് തല്ലി? ആരാ കക്ഷി? നാരായണ തലയുടെ മോള് അംബിക. തല്ലിയാണ് വഴികെട്ടു. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, അതിനിടയ്ക്ക് നീ ചെന്ന്. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടാ. അപ്പൊ തങ്കമണിയോ? അതിനെനിക്ക് ഇഷ്ടാ. നീ കൊള്ളാലോ. ഇതിന് ഏതെങ്കിലും ഒന്നിനെ എനിക്ക് തരപ്പെടുത്തി തരാമോ വൈദ്യരെ? വഴിയുണ്ട്, പക്ഷെ കുറച്ച് പണം ചെലവാകും. പണം എത്രയായാലും വേണ്ടില്ല. എന്താ വഴി? വശീകരണ കഷായം. വശീകരണ കഷായോ? വശീകരണ കഷായം.
ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ കുടിക്കണം. പിന്നീട് നീ എന്തു പറയുന്നുവോ അത് അവൾ അനുസരിക്കും. പെട്ടെന്ന് ശരിയാക്കിട്ടോ വൈദ്യരെ. ആദ്യം പണം, പിന്നെ കഷായം. എന്താ എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താ അത്? ഇച്ചിരി വട്ടാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ, എല്ലാ കാമുകന്മാർക്കും വട്ടാണ്. അതൊരു ലോകസത്യമല്ലേ? കാമുകനോ? ആര്? ഞാൻ അംബികയുടെ. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മോന്തേ. പോകരുത്, കുറച്ച് സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മരുന്നിന്റെ ബലം അറിയാൻ പോകുന്നതേ ഉള്ളൂ. മരുന്നോ? അംബിക എന്റെ പെണ്ണായതുകൊണ്ട് പറയാം, ആരോടും പറയരുത്. വശീകരണ കഷായം. എന്താ ഇങ്ങനെയാണ് പ്രേമിക്കാൻ പോകുന്നത്? ഇതെന്താ, എന്ത് പറ്റി? എനിക്ക് പിന്നെ കുറച്ച് സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് ഒരു അല്പം പ്രേമമൊക്കെ തോന്നി. പിന്നെ വരാം. അങ്ങനെയൊന്നും പോയാലോ? പ്രേമം തുടങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് പ്രേമിക്കട്ടെ. കാണില്ല, കണ്ടാ പ്രേമിക്കൂല. പ്രേമിക്കാൻ പോലും തിരിച്ചു പോലും റോക്കറ്റ് വീണ വേഗത്തിലല്ലേ ആ റോബി ഭാസ്കരൻ ചാടിയത്. വൈദ്യര് വയറിളക്കത്തിന് മരുന്ന് കൊടുത്ത വിവരം ആർക്കറിയാത്തത്? ഏതായാലും ഇനി അവൻ അംബികയെ ശല്യം ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ. എന്റെ അച്ഛനും അച്ഛമ്പങ്ങളായ നിന്റെ അമ്മയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ വയസ്സിന്റെ അത്രയും കാലായി. ഇനിയുള്ള കാലം കൂടെ ഈ ശല്യക്കാരനെ സഹിച്ചേ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലിരിക്കട്ടെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അതിന് നിന്റെ പെൺകോന്തൻ തന്തയല്ല ഞാൻ. ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് വിശദമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഭാവി വരണമെന്ന് കേട്ടോ. മറ്റന്നാൾ എന്റെ പിറന്നാള്. എനിക്ക് എന്താ തരാൻ പോണേ? ഒരു ചൂട് മുത്തം തരാം. അയ്യേ, നാണല്ലേ മണിയേട്ടന്? എനിക്കൊരു വെള്ള മുത്തുമാല വാങ്ങിച്ചു തരോ? എന്തിനാ മുത്തുമാലയാക്കുന്നത്? ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചുതരാം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അതൊരു അധിക പ്രസംഗമാവും. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. മുത്തുമാലയാണെങ്കിൽ ഒന്നല്ല, ഒരു 6 ഞാൻ വാങ്ങിച്ചു തരാം. 6 വേണ്ട, എനിക്ക് 1 മതി. നേരം കുറയും മണിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചു നേരം കൊണ്ടൊന്നും ഇരിക്കുന്നു. അമ്മ അറിയാലോ മണിയേട്ടന്. ഞാൻ പോട്ടെ. മറ്റന്നാളേ മാല വേണോട്ടോ. പിന്നെ ഇവിടെ പ്രേമിക്കാൻ മുത്തുമാല വേണം, മുത്തുമാല വാങ്ങിക്കാൻ പണം വേണം, പണത്തിന് മോഷ്ടിക്കണം.